നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യാനുള്ളത് എ സ്റ്റാർ നോൺ അബീലിയൻ ഗ്രൂപ്പ് ആണ്. where A equal to R cross R and for AB element of AB dot CD define ചെയ്തേക്കുന്നത് AC BC plus D ആണ്. അപ്പൊ നോൺ അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഫസ്റ്റത്തെ 4 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യണ്ടെന്നും അതായത് അഞ്ചാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിക്കണം. അപ്പൊ ഞാന് ആർ ക്രോസ് ആർ ആണ്, മീൻസ് 2 ടപ്പിൾ ആണ് ഇവിടെ ഉള്ളത്. അപ്പോ എന്ന് ഞാൻ 2 എലമെന്റ്സ് എടുത്തു, എ ബി സി ഡി. അത് രണ്ടെടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ അല്ല, സ്റ്റാർ നമുക്ക് എന്താണ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനില് ഈ നൊട്ടേഷനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഇത് ആക്ച്വലി എന്താണ് നമുക്ക് വരേണ്ടത്, ഡോട്ട് ആണ് ശരിക്കും വരേണ്ടത്. എന്നാലാണ് നമുക്ക് എന്ത് കറക്റ്റ് ആവുക, എ ബി ഡോട്ട് സി ഡി ഈക്വൽ ടു അവര് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളത് എന്താണ്, ഇതിന്റെ ആദ്യത്തെ 2 കോർഡിനേറ്റ് എ സി പിന്നെന്താണ് ബി സി പ്ലസ് ഡി. അപ്പൊ ഇതും എന്തായാലും ആർ ക്രോസ് ആറിലുള്ള ഒരു എലമെന്റ് ആണ്, നമുക്ക് ഷുവർ ആണ്. അതുകൊണ്ട് ക്ലോഷ്യർ പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെയ്യുമ്പോ ഫസ്റ്റ് എന്ത് ചെയ്യണം, എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു അല്ലെ, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാറാ, എ ഡോട്ട് ബി ഡോട്ട് സി ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ 2 ടപ്പിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എ ബി സി ഡി എഫ് എന്നൊക്കെ പറഞ്ഞെടുത്തു. ആദ്യം ബ്രാക്കറ്റിലുള്ള ആൾക്കാരെ ചെയ്തു. ബ്രാക്കറ്റിലുള്ള ആൾക്കാരെന്ന് ചെയ്യുമ്പോൾ എന്ത് വരും, എ സി പിന്നെ രണ്ടാമത്തെ കോർഡിനേറ്റ് എന്താ വരിക, ബി സി പ്ലസ് ഡി ഡോട്ട് ഇ എഫ്. ഇനിയാണ് നമ്മളിത് ഒന്നും കൂടി നന്നായി നോക്കേണ്ടത്. എന്താണ് ഫസ്റ്റ് എലമെന്റ്, ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഇ ഫസ്റ്റ് എലമെന്റ്. അപ്പൊ നമുക്ക് എ സി എന്ന് കിട്ടി. പിന്നെ എന്താ ചെയ്യുന്നത്, ബി സി പ്ലസ് ഡി. അപ്പൊ ഇതിലെ സെക്കൻഡ് എലമെന്റ് ഏതാണ്, ബി സി പ്ലസ് ഡി. ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇ. പിന്നെ എന്താ ചെയ്തേക്കണത് അവര്, അതായത് സെക്കൻഡ് കോർഡിനേറ്റിലെ ലാസ്റ്റ് എലമെന്റിനെ ആഡ് ചെയ്തേക്കണു. അപ്പൊ ഇവിടുത്തെ ഏതാണ് ആ ഒരു എലമെന്റ്, എഫ് ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ ബ്രാക്കറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ സി ഇ ബി സി ഇ പ്ലസ് ഡി ഇ പ്ലസ് എഫ് എന്ന് കിട്ടും. അടുത്ത നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, ഇവിടെ നമുക്ക് എ ബി പുറത്തുണ്ട്, ഡോട്ട് സി ഡി ഇ എഫ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എ ബി അവിടെ പുറത്തിരുന്നോട്ടെ, ആദ്യം ബ്രാക്കറ്റിലുള്ള ആളേനെ എന്ത് ചെയ്യണം, നമുക്ക് ഫസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ ഡെഫിനിഷൻ പ്രകാരം എന്താ, എ ഇൻറ്റു സി. അപ്പൊ ഇവിടേക്ക് വരുമ്പോ സി ഇൻറ്റു ഇ. പിന്നെ എന്താ ഉള്ളത്, ബി ബി സി പ്ലസ് ഡി എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് വരും, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വരും, ഡി ഇ പ്ലസ് എഫ് എന്ന് വന്നു. ഇനി ഇതേപോലെ ഇതാണ് ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് എന്താണ് എലമെന്റിലെ ഫസ്റ്റ് പ്ലേസിൽ കിടക്കുന്നത്. അപ്പൊ ഇനി എന്ത് വരും, എ സി ഇ പിന്നെന്താ വരിക, ബി സി ഇ പ്ലസ് ഈ ഒരു എലമെന്റ് ഡി ഇ പ്ലസ് എഫ്. രണ്ടും നോക്കുമ്പോ സെയിം ആയിട്ട് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇത് എന്ത് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും, അസോസിയേറ്റീവ് ലോ ഹോൾഡ് ചെയ്യും. അടുത്ത നമുക്ക് കാണിക്കേണ്ടത് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട് എന്നാണ്. അപ്പൊ ഡെഫിനിഷൻ പ്രകാരം എന്താണ്, എ സ്റ്റാർ ഇ ഈക്വൽ ടു എ തന്നെ കിട്ടണം. അപ്പൊ എ സ്റ്റാർ സ്റ്റാർ അല്ല ഇവിടെ ഡോട്ട് ആണ്, അത് എപ്പോഴും തെറ്റുണ്ട്. എ ഡോട്ട് ഇ ഈക്വൽ ടു എ തന്നെ കിട്ടണം. അപ്പൊ നമുക്ക് എ ഡോട്ട് ഇ എന്താണ്, അപ്പൊ ഇവിടെ എന്താണ്, എ ബി ഡോട്ട്, കാരണം 2 ടപ്പിൾ ആണ്, E1 E2 ഈക്വൽ ടു എന്ത് വരണം, എ ബി തന്നെ വരണം അല്ലെ. അപ്പോ എ ബി ഡോട്ട് E1 E2 എന്തായിരിക്കും വരിക, എ E1 അത് കോർഡിനേറ്റ്. രണ്ടാമത്തേത് എന്താണ്, രണ്ടാമത്തെ എന്താ വരിക, ബി സി പ്ലസ് ഡി. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക, ഇവിടുത്തെ എലമെന്റ് എന്തായിട്ടാ വരിക, ബി E1 പ്ലസ് E2. കണ്ട, ബി സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ബി E1 പ്ലസ് E2 ഈക്വൽ ടു എ ബി എന്ന് കിട്ടി. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, എ E1 എന്നല്ലേ ഇത് എഴുതിയിരിക്കുന്നത്, നമുക്ക് ഇങ്ങനെ തന്നെയല്ലേ, എ സി വൺ അതേപോലെ എ E1 ഈക്വൽ ടു എ. അപ്പൊ ഇവിടെ നമുക്ക് E1ന്റെ വാല്യൂ എന്ത് വരും, 1 എന്ന് വന്നു
അല്ല ഈ എന്ന് ഇങ്ങോട്ട് വരുമ്പോൾ E1ന്റെ വാല്യൂ 1 എന്ന് കിട്ടി. ഇനി അതേപോലെ E2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. B പ്ലസ് E2 ഈക്വൽ ടു B. അപ്പോൾ E2 ഈക്വൽ ടു 0. നമ്മുടെ ഐഡന്റിറ്റി പറയുന്ന ആള് 1 0 ആണ് വരുന്നത്. ഓക്കെ, അതെന്തായാലും ആർ ക്രോസ് ആറിൽ ഉണ്ടാവും. നമുക്ക് ഇവിടെ എന്തിലുണ്ടാവും എന്ന് പറയാം, എലമെന്റ് ഓഫ് എ. സോ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ് ഈസ് വെരിഫൈഡ് എന്ന് പറയാം. കണ്ടോ, 1 0 ഈസ് ഐഡന്റിറ്റി എലമെന്റ്. അടുത്ത് നമുക്ക് എ ഡോട്ട് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. നമ്മുടെ ഈ ആരാണ് 1 0. എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കുന്നത് എ ബി ഡോട്ട് എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ്. എനിക്ക് എ ഇൻവേഴ്സിനും ബി ഇൻവേഴ്സിനും കണ്ടുപിടിക്കണം. അപ്പൊ ഇവർ തന്ന ഡെഫിനിഷൻ പ്രകാരം എ ഇൻവേഴ്സ് ഫസ്റ്റ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ് എങ്ങനെയാണ് കിട്ടുക, ബി എ ഇൻവേഴ്സ് പ്ലസ് ബി ഇൻവേഴ്സ് ഈക്വൽ ടു 1 0 എന്ന് കിട്ടി. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് ഈക്വൽ ടു 1, എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/a എന്ന് കിട്ടി. ഇനി ഇവിടെ എന്ത് വരും, അതൊക്കെ. അപ്പോ പിന്നെ അടുത്തൊരു എലമെന്റ് ഉണ്ടല്ലോ, ബി എ ഇൻവേഴ്സ് പ്ലസ് ബി എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് കാണണ്ടേ, ബി എ ഇൻവേഴ്സ് പ്ലസ് എന്താണ് അടുത്തതുള്ളത്, ബി ഇൻവേഴ്സ് ഈക്വൽ ടു 0. എ ഇൻവേഴ്സിന്റെ വാല്യൂ ബി ബൈ എ ആണ്, പ്ലസ് ബി ഇൻവേഴ്സ് ഈക്വൽ ടു 0. അപ്പൊ ഈ ടേം അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ബി ഇൻവേഴ്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തി. ഈ ക്വസ്റ്റ്യനിൽ ഒരു എന്താണ് പ്രശ്നമുണ്ട്. ക്വസ്റ്റ്യൻ തരുമ്പോ എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് കൂടി തരണമായിരുന്നു. അപ്പൊ അത് അവിടെ എന്ത് തന്നിട്ടില്ല. കണ്ടോ, എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ നമുക്ക് തന്നിട്ടില്ല. ശരിക്കും അതും കൂടി തരണമായിരുന്നു. അപ്പോ എന്ത് പറയാം, നമുക്ക് എന്താണ് അതിപ്പോ തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് സത്യം പറഞ്ഞ ഇത് എന്തല്ല, ഗ്രൂപ്പ് അല്ല. പക്ഷെ എ നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി, എന്താണ് ബാക്കിയുള്ള 4 പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യില്ല എന്നല്ലേ കാണിക്കേണ്ടത്. അതായത് എ ബി ഡോട്ട് സി ഡി ഞാൻ ചെയ്യാണ്. അപ്പൊ അതിന്റെ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എ സി ബി സി പ്ലസ് ഡി എന്നാ വരിക. തിരിച്ച് ചെയ്യുമ്പോൾ എന്താ വരിക, സി ഡി ഡോട്ട് എ ബി ചെയ്യണ സമയത്ത് നമുക്ക് എന്താ വരിക, സി എ ഫസ്റ്റ് എലമെന്റ്, നെക്സ്റ്റ് എന്താണ് വരുന്നത്, സി എ കഴിഞ്ഞു. അടുത്തത് എന്താ വരിക, ഇവിടെ എ ബി സി ഡി ആവണ സമയത്ത് എ സി ബി സി പ്ലസ് ഡി. ഇവിടെ എന്താ വരിക, ഡി എ പ്ലസ് ബി, ഡി എ പ്ലസ് ബി. ഇത് രണ്ടും നോക്കുമ്പോൾ സെയിം ആണോ, എ സി ഈക്വൽ ടു സി ഓക്കെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ബി സി പ്ലസ് ഡിയും ഡി എ പ്ലസ് ബിയും എന്തല്ല, സെയിം അല്ല. അതുകൊണ്ട് ഇവരെന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട് ഇതെന്തല്ല, അബീലിയൻ ഗ്രൂപ്പ് അല്ല. അപ്പൊ ആ ക്വസ്റ്റ്യനില് എ നോട്ട് ഈക്വൽ ടു 0 എന്ന് തരാത്തോണ്ട് ഈ സാധനം ഗ്രൂപ്പ് അല്ലേന്ന് പറയേണ്ടതാണ്. പക്ഷെ അങ്ങനെ തന്നിരുന്നെങ്കിൽ നമുക്ക് എന്താന്ന് കാണിക്കാം, നോട്ട് ആൻ അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാം. അടുത്തൊരു ടോപ്പിക്കാണ് ഹോമോമോർഫിസം ആൻഡ് ഐസോമോർഫിസം. ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ്, ഒരു ഓപ്പറേഷനും ഉണ്ട്. അപ്പൊ ആദ്യത്തെ സെറ്റ് എക്സും രണ്ടാമത്തെ ഓപ്പറേഷൻ ഡോട്ടാന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ വൈ സ്റ്റാർ. അപ്പൊ ലെറ്റ് എക്സ് ഡോട്ട് വൈ സ്റ്റാർ ബി ടു ഗ്രൂപ്പ്, ദ മാപ്പിംഗ് എഫ് ഫ്രം എക്സ് ഡോട്ട് ടു വൈ സ്റ്റാർ ബി എ ഗ്രൂപ്പ് ഹോമോമോർഫിസം ഇഫ്. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും നമ്മൾ ഹോമോമോർഫിസം എന്ന് പറയാ. എഫ് ഓഫ് എക്സ് വൺ ഡോട്ട് എക്സ് ടു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൺ സ്റ്റാർ എഫ് ഓഫ് എക്സ് ടു ഫോർ എനി എക്സ് വൺ എക്സ് ടു എലമെന്റ് ഓഫ് എക്സ്. അപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ ആദ്യത്തെ ഓപ്പറേഷൻ ഡോട്ട് ആണല്ലോ. അപ്പൊ നമ്മൾ എഫിന്റെ ഉള്ളിലാണ് ആരെ കൊണ്ടുവയ്ക്കേണ്ടത്, ഡോട്ടിന്. രണ്ടാമത്തെ ഓപ്പറേഷൻ സ്റ്റാർ ആണല്ലോ. അപ്പൊ എഫ് എഴുതിയിട്ട് പുറത്ത് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്ത, സ്റ്റാർ എഴുതേണ്ടത്. ഇനിയിപ്പോ ഈ ഹോമോമോർഫിസം പ്ലസ് നമ്മൾ മുന്നത്തെ മൊഡ്യൂളിൽ പഠിച്ച 1 1 1 കൂടി കയറി വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഐസോമോർഫിസം. ഇപ്പൊ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എഫ് ഫ്രം ആർ പ്ലസ് ടു ആർ പ്ലസ് ഇൻറ്റു ബി ഡിഫൈൻ ബൈ, ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ അടുത്ത് ചോദിച്ചതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഷോ ദാറ്റ് എഫ് ഈസ് ഹോമോമോർഫിസം എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഫ്, അപ്പൊ ശ്രദ്ധിക്കണം, എഫിന്റെ ഉള്ളിൽ എഴുതുമ്പോ പ്ലസ് അല്ലെ. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഇ റേസ് ടു എക്സ് പ്ലസ് വൈ. ഇനി അതേപോലെ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, എഫിന്റെ പുറത്ത് എഴുതുമ്പോ
മൾട്ടിപ്ലിക്കേഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. അതായത് നമുക്ക് എന്ത് വരും? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. ആക്ച്വലി ഇത് രണ്ട് സെയിം തന്നെയല്ലേ? ഇ റേസ് ടു എക്സ് പ്ലസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡോട്ട് എഫ് ഓഫ് വൈ എന്ന് എഴുതാം. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഗ്രൂപ്പ് ഹോമോമോർഫിസം ആയിരിക്കും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പെർമുട്ടേഷൻ ഗ്രൂപ്പാണ്. നമ്മുടെ കയ്യിലൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിലേക്ക് തന്നെ നമ്മളൊരു ബൈജക്റ്റീവ് മാപ്പ് ഡിഫൈൻ ചെയ്യണേനെയാണ് നമ്മൾ എന്ത് പറയണത്? പെർമുട്ടേഷൻ എന്ന് പറയണത്. അപ്പൊ പെർമുട്ടേഷന് ഇങ്ങനെ എഴുതും. ഇപ്പോൾ 4 എലമെന്റ്സ് ഉള്ള ഒരു S4 എന്നാണ് പറയുക. ഇതിന്റെ കാർഡിനാലിറ്റി n ഫാക്ടോറിയൽ ആണ്. അതായത് S4 എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 4 ഫാക്ടോറിയൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇത് 3 മാർക്കിനൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ നോക്കൂ, ആൽഫ തന്നിട്ടുണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്. ഇത് ഈ മുകളിൽ എഴുതുന്ന സംഭവമില്ലേ, അതൊരിക്കലും മാറണില്ല. താഴത്ത് എഴുതണത് അവരിങ്ങനെ ഓരോന്നൊക്കെ തരുന്നതാണ്. 1 2 3 4 2 3 4 1 തന്നിട്ടുണ്ട്. അടുത്തത് ബീറ്റ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 4 3 2 1. അപ്പൊ ഇതെങ്ങനെ കോമ്പോസിഷൻ എങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ തന്ന രണ്ടാൾക്കാരാണ് ഇവിടെ ചെയ്തി. ഇനി നോക്കൂ, 1 എവിടേക്കാ പോയിട്ടുള്ളത്? 1 4ലേക്ക് വന്നിട്ടുണ്ട്. 4 എവിടേക്കാ വന്നേക്കുന്നത്? 1ലേക്ക്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുട്ടികൾ തെറ്റിക്കാറുള്ളത് എവിടെയാന്ന് വെച്ചാൽ ഇപ്പൊ 1 2ലേക്ക് വന്നിട്ടുണ്ട്, 2 3ലേക്ക് പോകുന്നുണ്ട് അല്ലേ? അങ്ങനെ നോക്കും. നമ്മൾ അങ്ങനെയല്ല നോക്കേണ്ടത്, നമ്മൾ ഇവിടുന്ന് ഇങ്ങടാണ് നോക്കേണ്ടത്. അപ്പൊ നോക്കൂ, 1 4ലേക്ക് വന്നു, 4 1ലേക്ക് വന്നു. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി 1. ആൻസർ കിട്ടിയ ഉടനെ എന്തായാലും 1 2 3 4 എന്ന് അങ്ങോട്ട് എഴുതി വെക്കുക. ഇനി നോക്ക്, 1 4ലേക്ക് വന്നിട്ടുണ്ട്, 4 1ലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വാല്യൂ 1 ആണ് കിട്ടി. 2 3ലേക്ക് വന്നിട്ടുണ്ട്, 3 4ലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് 4. 3 2ലേക്ക് പോയിട്ടുണ്ട്, 2 3ലേക്ക് പോയിട്ടുണ്ട് അല്ലെ? 3 2ലേക്ക് പോയിട്ടുണ്ട്, 2 3ലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അത് 3 എന്ന് എഴുതി. ഇനി അടുത്തത് നോക്കൂ, 4 1ലേക്ക് പോയിട്ടുണ്ട്, 1 ഇരിക്കുന്നത് 2 ആണ്. എന്തായാലും 1 4 3 എന്ന് ഇവിടെ എഴുതിയ സ്ഥിതിക്ക് അടുത്ത എലമെന്റ് 2 തന്നെ ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാണ്ട് തന്നെ പെട്ടെന്ന് എഴുതാവുന്ന കേസാണ്. ഇനി അടുത്ത നോക്കിയേ, ബീറ്റ കോമ്പോസിഷൻ ആൽഫ രണ്ടും എഴുതി. 1 2ലേക്ക് വന്നു, 2 3ലേക്ക് പോയി. 2 3ലേക്ക് വന്നു, 3 2ലേക്ക് പോയി. 3 4ലേക്ക് വന്നു, ഇവിടെ 4 1ലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ 4 1ലേക്ക് പോയി, 1 4ലേക്ക് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിനെ കിട്ടി. ആൽഫ സ്ക്വയർ ഇവിടുത്തെ ഞാൻ മീൻ ചെയ്യുന്നത് ആൽഫ കോമ്പോസിഷൻ ആൽഫ എന്നാണ്. അപ്പൊ ഞാൻ രണ്ടും എഴുതി വെച്ചു. 1 2ലേക്ക് വന്നിട്ടുണ്ട്, 2 3ലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ 1 3ലേക്ക് പോകുന്നു. 2 3ലേക്ക് വന്നു, 3 4ലേക്ക് പോകുന്നു. അപ്പൊ 2 4ലേക്കാണ് പോണത്. 3 4ലേക്ക് വന്നു, 4 1ലേക്ക് വന്നു. അപ്പം 3 1ലേക്കാണ് പോണത്. 4 1ലേക്ക് വന്നു, 1 2ലേക്ക് പോന്നു. അപ്പൊ 4 2ലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സംഭവം പോണത്. ഇതിന്റെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ്? പ്രൂവ് ദാറ്റ് കോമ്പോസിഷൻ ഓഫ് പെർമ്യൂട്ടേഷൻ S3D ആണ് ചോദിച്ചേക്കുന്നത്. അത് ഒരു അബീലിയൻ ഗ്രൂപ്പാന്ന് പ്രൂവ് ചെയ്യണം. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതിൽ കുറെ നമുക്ക് പ്രോബ്ലംസ്, അതായത് കുറെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതിന്റെ ആൻസർ എഴുതാൻ. അപ്പോ ഇതന്നെയാണ് വരണതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഇതിൽ ചില എലമെന്റ്സ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എഴുതാവുന്നതാണ്. പക്ഷെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ വല്ല കോഡും വെച്ചിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുക അത്രയും നല്ലത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എഴുതാലോ. x equal to 1 2 3. S3 എന്ന് പറയുന്നത് 3 ഫാക്ടോറിയൽ ആണ്. അപ്പോ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 6 എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ F1 F2 F3 F4 F6 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇതിന്റെ ഓർഡർ എങ്ങനെയാ വെച്ചാൽ ആദ്യം ഞാൻ എന്ത് എഴുതി? 1 2 3 എന്ന് എഴുതി. 1 2 3 എല്ലാത്തിലും ഞാൻ 1 2 3 ഫസ്റ്റിൽ എഴുതി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം ഞാൻ 1 2 3 ചെയ്തു. പിന്നെ ഇത് ഇങ്ങനെ തള്ളാന്ന് അങ്ങോട്ട് വിചാരിക്കുക. അപ്പൊ ഈ 1 പുറത്തേക്ക് ചാടുമല്ലോ. അപ്പൊ ഇതിന്റെ ഓർഡർ അതുപോലെ തന്നെ 2 ഈ പ്ലേസിലേക്ക് വന്നു, 3 ഇവിടേക്ക് വന്നു. അപ്പൊ 1 ഇവിടെ വന്നു. ഇത് ഇനി ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്താണ്? 2 ഔട്ടായി. അപ്പൊ ഇത് ഇങ്ങോട്ട് വരുമ്പോ ഈ പ്ലേസിൽ 3 കയറിയിരുന്നു, ഈ പ്ലേസിൽ 1 കയറിയിരുന്നു, അടുത്ത പ്ലേസിൽ 2 കയറിയിരുന്നു. അപ്പൊ നമ്മൾ 1 2 3 എന്നുള്ള ഓർഡർ മാറ്റിയിട്ട് 1 3 2 എന്നാക്കി അടുത്തത്. അപ്പൊ 1 3 2 എന്നാക്കി. ഇതേപോലെ തന്നെ എന്ത് ചെയ്തു? 1നെ
മാറ്റിയപ്പോ ഈ ഓർഡർ എന്തായി? 3 2 1 ആയി. അടുത്തത് എന്ത് ചെയ്തു? 3 എടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോ അതിന്റെ ഓർഡർ എന്തായി? 2 1 3. അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചു? F1 F2 F3 F4 F5 F6 പഠിച്ചു. അത് അങ്ങോട്ടും എഴുതി ഇങ്ങോട്ടും എഴുതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളൊന്ന് ഈ ക്വസ്റ്റ്യൻ ആണ് വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. F1 ഈ ആദ്യത്തെ ഇതില്ലേ, ആദ്യത്തെ റോ, ആദ്യത്തെ കോളം, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. F1 F2 F3 F4 F5 F6 എന്നും അതേപോലെ തിരിച്ച് ഇങ്ങോട്ടും എഴുതാൻ പറ്റും. ബാക്കിയുള്ള എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? അത് കാൽക്കുലേറ്റ് തന്നെ ചെയ്യണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ F2 കോമ്പോസിഷൻ F2. അപ്പൊ F2 ആയിട്ട് ഇവിടെ എന്ത് വന്നു? 1 2 3 2 3 1 അല്ലേ? അതുപോലെ 1 2 3 2 3 1 ചെയ്ത് പിന്നെ കുറച്ച് ഫാസ്റ്റ് ആവും. എങ്ങനെ? അതായത് ഇപ്പൊ നമ്മൾക്ക് പേപ്പർ എഴുതുന്ന സമയത്ത് നന്നായി ടൈം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. 1 2ലേക്ക് വന്നു, 2 3ലേക്ക് പോയി, 2 3ലേക്ക് വന്നു, 3 1ലേക്ക് വന്നു, 3 1ലേക്ക് വന്നു, 1 2ലേക്ക് പോയി. അത് ഈ ഒരു എലമെന്റ് നോക്കിയേ വേണ്ട, കാരണം ഇവിടെ 3 1 ആണ് കിട്ടിയതെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എന്ത് എഴുതി വെക്കാം. അപ്പൊ ഈ 3 1 2 നമ്മൾ എവിടെ കണ്ടത്? F3 കണ്ട. F2 കോമ്പോസിഷൻ F2 നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? F3നെയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് F2 കോമ്പോസിഷൻ F3. പിന്നെ ഞാൻ പറയാച്ചാ ഇത് നമുക്ക് ഇൻവേഴ്സുകൾ ഉണ്ടല്ലോ, ഇവിടുത്തെ ഐഡന്റിറ്റി ആയിട്ട് വരിക F1 ആണ് അല്ലെ? അപ്പൊ ഇൻവേഴ്സുകളുടെ ആ ഒരു കോളം നമ്മൾ ഓർത്തിരിക്കുക. ഇപ്പൊ F2ന്റെ ഇൻവേഴ്സ് ആണ് ആര്? F3. അങ്ങനെയാണെങ്കിൽ F3യുടെ ഇൻവേഴ്സ് ആരായിരിക്കും? F2 വരും. F4ന്റെ ഇൻവേഴ്സ് F4, F5ന്റെ ഇൻവേഴ്സ് F5, F6ന്റെ ഇൻവേഴ്സ് F6. ഇതിൽ മൊത്തം കാണാനില്ല അല്ലെ ഈ ടേബിളില്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? അപ്പൊ ഈ F1കളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പൊ ആ കുറച്ച് ഭാഗം ഫില്ലായില്ലേ? ഇനി ബാക്കിയുള്ളതാണ് നമ്മൾ എടുത്ത് നോക്കേണ്ടത്. ഇത് കാണുന്ന ഏതെങ്കിലും കോളേജിൽ ഇതിന് വല്ല എളുപ്പ വഴി പറഞ്ഞു തരികയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ അതൊന്ന് സൂചിപ്പിച്ചോളൂ കേട്ടോ. F2 കോമ്പോസിഷൻ F4 അതും കൂടി ചെയ്യാം. നമ്മുടെ F2 ആരാ? 1 2 3 2 3 1 F2. F4 ആരാണ്? 1 2 3 1 3 2. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആദ്യം 1 1ലേക്ക് വന്നു, 1 പിന്നെ 2ലേക്ക് പോയി, 2 3ലേക്ക് വന്നു, 3 1ലേക്ക് വന്നു, 3 2ലേക്ക് പോയി, 2 3ലേക്ക് പോയി. അപ്പൊ 2 1 3 എന്നുള്ള സംഭവം എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? F6ലാണ് കിട്ടുന്നത്. കണ്ടോ? F2 കോമ്പോസിഷൻ F4 ഈക്വൽ ടു F6. അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയണോ? നിങ്ങൾക്ക് തന്നെ ഫിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന് വല്ല കോഡും കണ്ടുപിടിക്കാച്ച അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോ ഞങ്ങൾക്ക് കോഡൊന്നും കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞ. പിന്നെ നമുക്ക് എന്താണ് സമയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഫുള്ള് ചെയ്ത് നോക്കാം. പിന്നെ വലിയ ടൈമൊന്നും എടുക്കില്ല, കാരണം എന്താ പറയാ, നമ്മളത് ഇപ്പൊ ഈ 2 കിട്ടാനല്ലേ പ്രയാസമുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ അതല്ലാത്ത നമ്പർ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞാനിവിടെ ഈ നോട്ട് എഴുതുന്ന സമയത്ത് ചെയ്ത് നോക്കി കിട്ടിയതാണ് ഈ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായാലും ഈ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. കാരണം എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം അതിലുള്ള എല്ലാ എലമെന്റ്സ് F1 F2 F3 F4 F5 F6 ആണ്. പിന്നെ നമ്മൾ അസോസിയേറ്റീവിന്റെ കണ്ടീഷൻ എഴുതി വെക്കുക. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് F1 ആണ്. പിന്നെ ഇൻവേഴ്സുകൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അത് പറഞ്ഞിട്ടല്ലേ ഞാൻ അവിടെയൊക്കെ F1 എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. F1ന്റെ ഇൻവേഴ്സ് F1, F2ന്റെ ഇൻവേഴ്സ് F3, F3യുടെ ഇൻവേഴ്സ് F2, ബാക്കിയൊക്കെ അതുപോലെ തന്നെ. F4ന്റെ ഇൻവേഴ്സ് F4, F5ന്റെ. ആകെ F2നും F3ക്കും മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? അങ്ങോട്ട് ചേഞ്ച് വരണത്. അപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെയാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ഐഡന്റിറ്റി എലമെന്റ് ഓഫ് എ ജി ഈസ് യൂണീക്ക് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് ജി ഈസ് യൂണീക്ക്. ഒരു ഗ്രൂപ്പിൽ എപ്പോഴും ഒരു ഐഡന്റിറ്റി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഒരു എലമെന്റിന് എപ്പോഴും ഒരു ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ പരിപാടി എന്താ? എന്ത് പറഞ്ഞാലും ഫസ്റ്റ് അതല്ല എന്ന് പറയുന്നു. അതിനെയാണ് എന്ത് പറയുക? കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ആണോ
സെക്കൻഡ് ആണോന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് അല്ല സെക്കൻഡ് മൊഡ്യൂളിൽ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഒക്കെ അവസാനം വരുന്നുണ്ടല്ലോ. അപ്പോ ഇതിൽ നോക്കൂ, സപ്പോസ് അസ്യൂം ദാറ്റ് ഇവര് പറഞ്ഞതല്ല എന്ന് പറയും, അതായത് യുണീക്ക് അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, E1 E2 ആണ് രണ്ട് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എടുക്കുന്നത് E1 ഐഡന്റിറ്റി ഇന്നെ G ആണെന്ന് എടുക്കുക. അപ്പോ E1 ഐഡന്റിറ്റി ഇന്നു G ആണെങ്കിൽ ആ സമയത്ത് ഞാൻ E2നെ ആരായിട്ടാണ് കൺസിഡർ ചെയ്യണേ, അവിടെ ഇരുന്നുള്ള ഒരു എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. നമ്മുടെ ഡെഫിനിഷൻ, ഐഡന്റിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ്? E സ്റ്റാർ A ഈക്വൽ ടു നമുക്ക് എനെ കിട്ടണം. അപ്പൊ ഇവിടുത്തെ A ആരാണ്? E2. ഇവിടുത്തെ E ആരാണ്? E1. അപ്പൊ E1 ഇൻറ്റു E2 ഈക്വൽ ടു നമുക്ക് എന്തെന്നെ കിട്ടും? E2. ഇനി ഇത് തിരിച്ചു എഴുതാം, E2 ഇൻറ്റു E1. അടുത്ത കണ്ടീഷനിൽ നമ്മൾ എന്തെടുക്കുന്നു? E2 ആണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് എടുക്കുന്നു. അപ്പൊ E1 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എലമെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? E2 ഡോട്ട് E1. ഇവിടുത്തെ ഐഡന്റിറ്റി ആരാണ്? E2 ആണ്, എലമെന്റ് ആണ് E1. അപ്പൊ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എലമെന്റിനെയാണ് കിട്ടേണ്ടത്. E സ്റ്റാർ A ഈക്വൽ ടു A ഈക്വൽ ടു E1 E2. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതില് 1ഉം 2 സെയിം അല്ലേ, E1 E2 എന്ന് ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ E1 E2 ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പൊ E1ഉം 2 സെയിം ആയതുകൊണ്ട് E1 ഈക്വൽ ടു E2 എന്ന് പറയാം. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്റെ ഇൻവേഴ്സ് ആണ് ബി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടി എന്താ? A സ്റ്റാർ A ഇൻവേഴ്സ് ഈക്വൽ ടു E. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു ഇൻവേഴ്സ് അല്ല, രണ്ട് ഇൻവേഴ്സ് ഉണ്ട്. ആ രണ്ട് ഇൻവേഴ്സിന്റെ പേരാണ് ബിയും സിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ബി ഈക്വൽ ടു. അപ്പൊ ആദ്യം ഞാൻ എടുക്കുന്നത് ബി ഈസ് ആൻ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ എ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി എ എന്ന് കിട്ടും. രണ്ടാമത്തെ എന്ത് വരും? എ സി ഈക്വൽ ടു ഇ ഈക്വൽ ടു സി എ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? ഇവിടുന്ന് നമുക്ക് എന്ത് എഴുതാം? എ ബി ഈക്വൽ, അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ബി ഈക്വൽ ടു സി ന്ന് എങ്ങനെയെങ്കിലും നമ്മൾ എത്തിക്കണം അല്ലെ? അതിന്റെ അടിയിലുള്ള ടോപ്പിക് പോയിട്ടുണ്ട്. ബി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇ ഇൻറ്റു ബി എന്ന് എഴുതാം. അപ്പോ ഇതില് ഇക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? സി എ അല്ലെ? ഇക്ക് പകരം സി എ ബി എന്ന് എഴുതാലോ. അപ്പൊ നമുക്ക് എ ബിയുടെ വാല്യൂ എന്താന്ന് അറിയാം? ഇ നമുക്ക് തന്നിട്ടുണ്ട്. സി ഇൻറ്റു ഇ എന്താ നമുക്ക് കിട്ടുക? കാരണം ഈ ഐഡന്റിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും? സി എന്ന് കിട്ടും. അപ്പോ ബി ഈക്വൽ ടു സി എന്ന് നമുക്ക് കിട്ടി. നമ്മൾ എന്താ പറഞ്ഞത്? ബിയും സിയും ആണ് ഇൻവേഴ്സ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി ഈക്വൽ ടു സി എന്ന കാര്യം കിട്ടി.